ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു മറക്കാൻ പറ്റാത്ത ഒരു വേഴ്സ്റ്റ് ഡേ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ദിവസമാട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ആസ് യൂഷ്വലി ഞാനൊരു 9 മണി 9:30 പെയിൻറ്റു നേരെ വന്ന് ഹോളിലിരിക്കുകയാണ് ഉണ്ണിയെ നോക്കിയിട്ട്. അമ്മ മറ്റവരെ കൂടെ റൂം ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവൻ്റെ നമ്മളിങ്ങനെ സോഫയിൽ അല്ലെങ്കിൽ നമ്മൾ ബെഡിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവൻ അങ്ങനെ കിടന്ന് കോടും. അപ്പോൾ ഞാൻ അവനെയും കൂടി നോക്കുന്നുണ്ട്, കാരണം അവൻ എപ്പോഴും വീഴ്ചയാണ് പിന്നെ. പക്ഷേ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല, കാരണം അവൻ്റെ ഏജ് അതാണല്ലോ, അവൻ ഓട്ടവും ചാട്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സാധാരണ എല്ലാവരും വീട്ടിൽ കഴിഞ്ഞാൽ ഫേസൊക്കെ വാഷ് ചെയ്ത് ബ്രഷൊക്കെ ചെയ്ത് ടിഫിൻ കഴിച്ച് മുടിയൊക്കെ കെട്ടി അങ്ങനല്ലേ ചെയ്യുക. പക്ഷെ ഞാൻ അങ്ങനല്ല കേട്ടോ. ഞാൻ എണീറ്റ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ബ്രഷ് ചെയ്യും. അപ്പോൾ എനിക്ക് കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്താൽ എനിക്ക് ബ്രഷ് ചെയ്യാൻ മൂഡ് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ടിഫിൻ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മുടിയിലേക്കും കാര്യങ്ങൾക്കൊക്കെ കിടക്കുള്ളൂ, അത് ഒതുക്കി വെക്കാനായിട്ട്. എനിക്ക് രാവിലെ എൻ്റെ ആ ഒരു ഇതിൽ തന്നെ ടിഫിൻ കഴിക്കണം. അപ്പോഴാണ് എനിക്ക് രാവിലത്തെ ആ ഒരു ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കഴിക്കുന്നത് ടിഫിനാണ്. ഇപ്പോഴും അതെ, എനിക്ക് എല്ലാ ദിവസവും ഭയങ്കര എക്സ്പെക്റ്റേഷനാണ് രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ രാവിലെ കപ്പക്കിഴങ്ങ് കൊണ്ടുള്ള, അതായത് കൊള്ളിക്കിഴങ്ങ് കൊണ്ടുള്ള ഉപ്മാവും കട്ടൻ ചായയും ഉണ്ടാക്കിയിരുന്നു. എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ സംഭവം നമ്മുടെ വീട്ടിൽ രാവിലെ ഉണ്ടാക്കൽ കുറവാണ്. നമുക്ക് ചായക്കൊക്കെ വൈകുന്നേരങ്ങളിലാണ് ഉണ്ടാക്കാറ്. കുറേ ആയി കഴിച്ചിട്ട്, അതുകൊണ്ട് തന്നെ വേറെ ഒന്നും നോക്കില്ല. എൻ്റെ വശം ഇതാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയിട്ട് പല്ലൊക്കെ തേച്ച് വേഗം തന്നെ ടിഫിൻ കഴിക്കായിരുന്നു. പക്ഷേ അത് കഴിച്ച് അത് ചായയുടെ കൂടെ തന്നെ ആസ്വദിച്ച് കഴിക്കണം, അങ്ങനത്തെ ഒരു കോംബോ ആണ്. അപ്പോൾ കഴിച്ചപ്പോൾ ചായക്ക് മധുരമില്ല, ചായക്ക് മധുരവും അതിനൊരു എരിവും കൂടി വരുമ്പോഴാണ് അത് എന്താ പറയുക നല്ലൊരു സ്പെഷ്യലായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അമ്മോട് കുറേ എണ്ണിപ്പറക്കിയിട്ട് കുറച്ചും കൂടി പഞ്ചസാര എടുത്ത് അമ്മ ഇട്ട് തന്നു. അങ്ങനെ ഞാനത് കുറേ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ വാട്ട് ഈറ്റിനിടെ ഞാൻ മുൻപ് ഷോർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ആക്ച്വലി ഈ ഒരു ഡേ കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ലോ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു തീരുമാനമായി എന്നറിയുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യണത്, അതിന് വേണ്ടി വോയിസ് ഓവറൊക്കെ ചെയ്യണത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ അമ്മ രാവിലത്തെ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ടിൽ മാവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഭയങ്കര ഇല പൊഴിയലാണ്, അതൊക്കെ ഒന്ന് അടിച്ച് വാരാണ്. അപ്പോൾ ഞാനത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേറെ എന്തോ ഒരു സ്നാക്ക് ഉണ്ണിയുടെയാണ് അതെടുത്ത് കഴിച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരെണ്ണം അവനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഉണ്ണികൾ ഉറങ്ങാണ്. അപ്പോൾ അമ്മ മുറ്റം അങ്ങനെ അടിച്ചു വാരി നിൽക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് തൊട്ടേ എനിക്കിഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ അമ്മക്ക് മുറ്റടിച്ച് വരുമ്പോൾ അങ്ങനെ വന്നിരിക്കണത്. ഇപ്പോൾ ഉണ്ണിയാണ് എൻ്റെ സ്ഥാനത്ത് വന്നിരിക്കണത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ ജസ്റ്റ് വീണ്ടും എന്നത്തെ പോലെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ഫേസിൽ ആടിയുടെ അവിടെയും അതുപോലെ തന്നെ കവളിൻ്റെ അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് തരി പൊന്തിയിട്ടുണ്ട്. കുറച്ച് ഡേയ്സായിട്ട് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. സ്കിന്ന് ഭയങ്കരമായിട്ട് ആ ഒരു ഭാഗത്ത് ഇതും ഭയങ്കരമായിട്ട് മോശമായ പോലെ തോന്നുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എന്ത് സാധനം യൂസ് ചെയ്തിട്ടാണെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ ഒരുപാട് മാസ്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടില്ല, ഇനി അതിൻ്റെ എഫക്റ്റ് ആണോ എന്ന് അറിയണില്ല. ഇപ്പോൾ തന്നെ ടൈം നമ്മളൊരു 9:30 ആകുമ്പോഴാണ് എനിക്ക്, പിന്നെ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 10 മണി 10:30 10:45 ആയിരിക്കും. അപ്പോൾ കുറച്ചേറെ ഉണ്ണികളെ കണ്ടിട്ട്, അപ്പോൾ അവരെ ലോക്ക് ചെയ്തിട്ടിടാറ് ഉണ്ണി ഓടിക്കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ കൊച്ചു ഇവിടെ കിടന്ന് അവൻ ഏറ്റിട്ടുണ്ട്. ആമി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല സുഖമായിട്ട് അവൾ സ്വെറ്റർ മാറ്റി കൊടുത്തിരുന്നില്ല. അപ്പോൾ അവൾ അവിടെ സുഖമായി ഇങ്ങനെ കിടക്കുന്നുണ്ട്, കൊച്ചു ഇപ്പുറത്തും കിടക്കുന്നുണ്ട്. ഈ ഒരു ഏജിലെ അല്ലെങ്കിൽ ഈ ഒരു ഫേസിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് അവരെവിടെ വേണമെങ്കിലും കെടുത്തി പോവാം, അവരെ കിടന്നോടനെ അനങ്ങില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും എന്താ പറയുക കെയർലെസ് ആയിട്ട് അവിടെ ഇവിടെ രണ്ടുപേര് കിടക്കുന്നത്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞൊക്കെ വിരിച്ചപ്പോഴാണ് അപ്പുറത്ത് ഇവിടത്തേക്ക് ആയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊന്നും വീഡിയോസ് എടുത്തില്ല. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നിട്ട് പിന്നെ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ണി ചേട്ടൻ പോകുമ്പോൾ സാധാ പോലെ തന്നെ വാശിയെടുത്ത് തുടങ്ങുകയാണ്. ഭയങ്കര വിഷമാട്ടോ അവൻ ആരെങ്കിലും പോവാന്ന് പറയുമ്പോൾ. ഒന്നല്ലെങ്കിൽ അവനെ കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ അന്തം വിട്ട് നിൽക്കും. പിന്നെ ചേട്ടൻ മാസ്കും ഹെൽമെറ്റും വെച്ചപ്പോൾ ആളെ മനസ്സിലാവാണ്ടായി, അതിനവൻ ഇങ്ങനെ നിൽക്കണത്. പിന്നെ പുറത്ത് കുറച്ച് ഡ്രസ്സ് കിടക്കണുണ്ടല്ലേ, നമ്മൾ അലക്കി ഉണക്കി മടക്കി കൊണ്ടുവയ്ക്കുന്ന ഡ്രസ്സ് അവൻ ഇതേപോലെ എടുത്ത് മുറ്റത്തേക്ക് വിരിച്ചിടും, അതാണ് അവൻ്റെ സ്വഭാവം. അങ്ങനെ ചേട്ടൻ അവൻ്റെ നിപ്പ് കണ്ടപ്പോൾ അവനെയും കൂടി കൊണ്ടുപോയില്ല കേട്ടോ. അവനെയും കൂടി ബൈക്കിൽ കയറ്റിയിരുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്നുള്ള രീതിയിൽ കൊണ്ടിരുത്തി. ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആൾക്ക് പേടി കേട്ടോ, ആളിങ്ങനെ മുൻപൊന്നും ബൈക്കും ഇരുത്തിയിട്ട് നമ്മൾ പുറത്തേക്ക് ഒന്നും ഇതുവരെ വിട്ടിട്ടില്ല. അവനിഷ്ടമാണ്, ജസ്റ്റ് ഫ്രണ്ടിൽ ഇരിക്കാറുള്ളൂ. അപ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തപ്പോൾ അവൻ എന്നെ നോക്കുകയാണ് പേടിച്ചിട്ട്. പിന്നെ ചേട്ടൻ എന്താ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിരുന്നു, അത് കഴിച്ചിട്ടാണ് മുഖത്ത് അവൻ്റെ ഫേസിൽ ആ ഒരു പാടിരിക്കണത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം രണ്ടുപേരും കൂടിയിട്ട് ബൈക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. അത് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ നമ്മൾ ഉണ്ണികൾക്ക് ഇപ്പോൾ ഈ ഒരു കൊതുക് വല വെച്ച് തുടങ്ങിയിട്ട് കേട്ടോ, നിറച്ച് കൊതുവാണ് ഈ ഒരു മഴക്കാലമായതുകൊണ്ട് തന്നെ. അപ്പോൾ ആമി കിടന്ന് ഉറങ്ങുന്നുണ്ട്. കൊച്ചു എന്നാൽ ഞാൻ ഫീഡ് ചെയ്തിട്ട് അവൻ എൻ്റെ മടിയിലുണ്ട് കേട്ടോ.
പിന്നെ ഇവിടെയാണ് ട്വിസ്റ്റ്. അതായത് ഞാൻ ജൂലൈ 2 ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. ജൂലൈ 2 എനിക്ക് ഈവനിങ് ആണ് എനിക്ക് മെയിനായിട്ട് ജോലിയുള്ളൂ. ഈവനിങ് ഒരു 1 hour എനിക്ക് ജോലി ഉണ്ടാവുള്ളൂ. അപ്പോൾ ജൂലൈ 1 എനിക്ക് കയറാൻ പറ്റിയില്ല. കയറിയിരുന്നു, പക്ഷെ എനിക്ക് അന്ന് വർക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2 ആയിരുന്നപ്പോൾ എനിക്ക് വർക്കിൻ്റെ കോൾ വന്നു, ഫ്രീ ആണെങ്കിൽ ഒന്ന് കയറാൻ പറഞ്ഞിട്ട്. ഞാൻ കയറിയ സമയത്ത് ലാപ്ടോപ്പ് വർക്ക് ചെയ്യണില്ല. എന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. കാരണം തലേന്ന് അതിന് മുൻപ് 1 week മുൻപ് നോക്കിയപ്പോൾ ഓണായിരുന്നു. തലേന്ന് ഞാൻ ചാർജിലിട്ടതാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഓൺ ആവണില്ല എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതോടെ എന്താ ഒരു 50% ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ. ഫുള്ള് ടെൻഷനാണ് ഇപ്പോഴും. അതായത് സ്റ്റിൽ ഇന്ന് എത്രാം തീയതി എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ സ്റ്റിൽ എൻ്റെ കാര്യം തീരുമാനമായിട്ടില്ല. ഏകദേശം ഒരു 90% ജോലി പോയ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റെഗുലറായിട്ട് അപ്ഡേറ്റും അതേപോലെ തന്നെ ഈ വ്ളോഗ്സും കാര്യങ്ങളൊന്നും ഇടാത്തത്. കാരണം മെൻ്റലി ഒട്ടും ഓക്കെ ഇല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ഓൾറെഡി ഓവർ തിങ്കർ ആണ്. എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ, ചെറിയ കാരണങ്ങൾ കിട്ടുമ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഡെസ്പാവുന്ന ടൈപ്പാണ്. അങ്ങനെ ആയിരുന്നു. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ ഓരോന്ന് ഓവർ തിങ്ക് ചെയ്തെടുത്തിട്ട് ഇത്രയും കാലം ഡിപ്രഷൻ പോലെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്കൊരു ആക്ച്വൽ റീസൺ കിട്ടണത്. ഇതിൽ ഞാൻ എന്താ പറയുക, തകർന്നു പോയി. പക്ഷെ എന്നാലും എങ്ങനെയൊക്കെയോ ഞാൻ ആ വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് ട്രൈ ചെയ്തു. കാരണം എനിക്കറിയായിരുന്നു ഞാൻ അതും പിടിച്ച് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിടന്നു പോകും. അപ്പോൾ ഞാൻ ചെയ്യണ ഓരോ കാര്യങ്ങളും വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാനത് എൻജോയ് ചെയ്യണത്. അതർവൈസ് ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്ത് ഞാൻ എന്താ പറയുക, ഈ ഒരു മൊമെൻറ്റ് ഞാൻ എൻജോയും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. പിന്നെ അങ്ങോട്ട് ഒന്നും ഓർമ്മയും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി അത് വീഡിയോ എടുത്ത് പിന്നീട് അത് വോയിസ് ഓവറൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 50% ഓക്കെയാണ്. 50% പിന്നെ കരഞ്ഞാൽ മതി, ആ ഒരു സ്റ്റേജാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉണ്ണിയായിട്ട് കളിക്കുന്നുണ്ട്. അവന് ഞാൻ പൊട്ട് തൊടാൻ പാടില്ല. ഞാൻ എപ്പോൾ പൊട്ട് തൊട്ടാലും ആ പൊട്ടെടുത്ത് അവൻ കളയും. അതാണ് അവൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ നൈറ്റ് കുറച്ച് നേരം പിന്നെ എടുക്കാനൊക്കെ പറ്റുള്ളൂ. കാരണം ഞാൻ അത്രയും ജോലി പോവുകയെന്ന് പറയണത്, ഞാൻ അത്രയും എൻ്റെ ഫസ്റ്റ് ജോബാണിത്. ഞാൻ അത്രയും ആഗ്രഹിച്ച് കിട്ടിയൊരു ജോലിയാണിത്. ഞാൻ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ജോലിയാണിത്. അപ്പോൾ അത് പെട്ടെന്ന്, അതും എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ട് പോകാമെന്ന് പറയണത് എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആക്ച്വലി നമുക്ക് ലാപ്ടോപ്പ് റെഡിയാക്കി കിട്ടിയാൽ ഓക്കെയാണ്. പക്ഷെ നമുക്ക് അധികം ഡേയ്സ് ഇല്ല. കാരണം 1 month ഞാൻ ഡെലിവറിയുടെ പേരും പറഞ്ഞിട്ട് ഞാൻ ലീവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1 week കഴിഞ്ഞു. ഇനി ഒരു ജസ്റ്റ് ഒരു 4 days വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ലാപ്ടോപ്പ് റെഡിയാക്കി കിട്ടിയാലാണ് എന്താ എനിക്ക് ജോലിക്ക് തിരിച്ച് കയറാൻ പറ്റുള്ളൂ. കാരണം എന്താ പറയുക, എന്നെ ചാർജ് ചെയ്തിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ആ സാറിന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, ആൾ അത്രയും ബിസി ആയതുകൊണ്ടാണ് ആളുടെ ജോലി എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അഡ്മിനായിട്ട്. സോ ഞാനും ഇപ്പോൾ ഒരു 1 month ഒഴിവിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കയറിയ സമയത്തും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. സോ അവർക്കത് എന്നെ തന്നെ നോക്കിയിരിക്കാൻ പറ്റില്ല. അവർക്കത് വേറെ ആളെ വെക്കേണ്ടി വരും. കാരണം അതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകണം. സോ ഫുള്ളി എന്താ പറയുക, എൻ്റെ ഒരു ഭാഗ്യക്കേടാണത്. എനിക്കിപ്പോൾ ഉണ്ണികളെയും വെച്ചിട്ട് ചെയ്യാൻ പറ്റണ, എനിക്ക് ആപ്റ്റായിട്ടുള്ളൊരു ജോലിയായിരുന്നു അത് നഷ്ടപ്പെടാമെന്ന് പറയുന്നത്. പിന്നെ എനിക്ക് എന്തായാലും 5 years ജോലിയും കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല. സോ അതെൻ്റെ ലാസ്റ്റ് ചാൻസാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാമെന്ന് പറയുന്നത്. സോ അതൊക്കെ ആലോചിച്ച് ഞാൻ ഫുള്ളി കയ്യിൽ നിന്ന് പോയി. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കൂടുതൽ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ഒന്നും ഉണ്ടായില്ല. എന്നാലും അവിടെ ഇവിടെയൊക്കെ തട്ടിമുട്ടി ഞാൻ നടന്നു. സാധാരണ അങ്ങനെ നടക്കാറില്ല. എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞൊരു ഭാഗത്തൊക്കെ എടുക്കാറാണ് പതിവ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു. ഞാൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.